ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കുറച്ച് ദിവസത്തിന് മുമ്പേ ഒന്ന് ഇടിച്ചായിരുന്നേ. ഇടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല രീതിക്ക് പണിയുണ്ട്. മൊത്തം ഇടിച്ച് തകർന്ന് പൊട്ടി തകർന്ന് പോയി. നല്ല രീതിക്ക് പണിയുണ്ട്. അപ്പം ഞാൻ ഓടിച്ചപ്പോഴല്ല ആക്സിഡൻ്റ് ആയത്. റോയ്സനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് നല്ല രീതിക്ക് പരുക്കുണ്ട്. തലയ്ക്കും മുട്ടിനും പിന്നെ കഴുത്തിലെയും നെഞ്ചിലെയൊക്കെ മസിലിനുമൊക്കെ നല്ല രീതിക്ക് പരുക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ കൊണ്ടുപോയത് നമ്മുടെ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പോൾ അവിടെ സി ടി എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സി ടി ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, തലയ്ക്കൊക്കെ പരിക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ TMMലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കിനും അവർ ചെസ്റ്റിനും തലയുടെയൊക്കെ CT സ്കാൻ എടുത്തു. അപ്പോൾ അകത്ത് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പുറമേ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ മസിൽ പെയിൻ കൂടിയത് കാരണം കൊണ്ടിട്ട് തന്നെ നമുക്ക് അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു റൂമൊക്കെ എടുത്തു. അപ്പോൾ ആദ്യമേ നമ്മൾ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പെയിൻ കൂടിയപ്പോഴത്തേക്കിനും വീണ്ടും നമ്മൾ വന്ന് അഡ്മിറ്റ് ആവുമായിരുന്നു. കാരണം കുറച്ച് ദിവസം അവിടെ കിടന്ന് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് പോയാൽ ചിലപ്പം വേദന കുറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മളവിടെ വന്നതാണ്. അപ്പം പിന്നെ അവിടുത്തെ ആ കബോർഡും ആ റൂമും ഒക്കെ കണ്ടപ്പം നമുക്കൊന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കബോർഡ്, നമുക്ക് നന്നായിട്ട് തുണിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സൗകര്യമുള്ളൊരു കബോർഡും, അവിടെ മേശ തുറന്നപ്പോൾ ഞാൻ കണ്ട ഒരു പൗച്ചാണ് ഇത്. ഇതിനകത്ത് അത്യാവശ്യം ഒരാൾക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു കോമ്പ്, ഒരു ഷേവിങ് കിറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷവർ ജെല്ല്, ബോഡി വാഷ്, പിന്നെ എണ്ണ, ഒരു ഗ്ലിസറിൻ്റെ സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ വേണ്ടുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങുന്നൊരു കിറ്റ്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് സാധനങ്ങളൊന്നും എടുക്കാതെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതെല്ലായിടത്തും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് ഉപയോഗിക്കാൻ അവരവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല സർവീസും ഒക്കെ ആയിരുന്നേ. നന്നായിട്ട് ഡോക്ടേഴ്സ് എല്ലാം വന്ന് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം സർവീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മറ്റുള്ള ഹോസ്പിറ്റലിൽ കിടന്നതിനെ അപേക്ഷിച്ച് നല്ല സർവീസായിരുന്നു. ബാത്റൂമൊക്കെ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കുന്നത്. 2 പ്രാവശ്യം അവർ വരുന്നുണ്ട്. നമുക്ക് ഫുള്ള് റൂം ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ 2 തവണ അവർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ക്ലീനൊക്കെ ആക്കിയിട്ടടിച്ച് പോകും. നമ്മുടെ ഫുഡ് കിട്ടുന്നതായാലും നല്ല ഫുഡായിരുന്നു കിട്ടുന്നത്. നല്ല ഒരുമാതിരി രുചിയില്ലാത്ത ഭക്ഷണമല്ല, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ മേടിക്കുന്ന ഫുഡ് അങ്ങനെ കളയേണ്ടി വന്നിട്ടും ഉണ്ട്. നമുക്ക് പിള്ളേർ പോലും കഴിക്കുകയില്ല, ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡും ഒക്കെ നല്ലതായിരുന്നു. നല്ല അതിൻ്റെ കോറിഡോറാണ് ഈ കാണുന്നത്. നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള കോറിഡോറും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലത്തേക്കിന് അവർ ഒരു 6 മണിയാകുമ്പോൾ തന്നെ രാവിലെ അവർ നമുക്ക് ചായയാണോ കോഫിയാണോ എന്ന് വെച്ചാൽ അവർ ചോദിച്ചിട്ട് കൊണ്ടുവന്ന് തരും. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു 7:30 ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരും. അപ്പോഴും വേണമെങ്കിൽ ചായ കൊണ്ടുതരും. അപ്പം അവിടെ കിടക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന ഫുഡായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പം റോയ്സിന് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ഇടിയപ്പമാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടിയപ്പവും വെജിറ്റബിൾ കറിയും പറഞ്ഞു. അവരെനിക്ക് ഇടിയപ്പം വെജിറ്റബിൾ കറിയാണ് കൊണ്ടു തന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കിനും ഒരു 12:30 ആകുമ്പോൾ നമ്മുടെ ഊണ് കൊണ്ടുവരും. അപ്പം നമ്മൾ നല്ല സാമ്പാറും അവിയലും സോയാബീൻ കറി, മീൻ കറി, മീൻ ഫ്രൈയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഊണ്. അപ്പം നന്നായിട്ട് നമുക്ക് അവിടെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് അവിടുത്തെ ഫുഡും കൂടി നല്ല ആകണമെന്നുള്ളതല്ലേ. അപ്പോൾ അപ്പോഴത്തേക്കിനും അലീനയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മോളും ചേച്ചിയൊക്കെ. അപ്പോൾ അവർക്കൊന്ന് ചായ മേടിച്ച് കൊടുക്കാമെന്ന് കരുതി താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. നല്ല പച്ചപ്പുള്ളൊരു ക്യാൻറ്റീൻ. എവിടെ നോക്കിയാലും ചെടികൾ മാത്രമാണ് ഈ ഹോസ്പിറ്റലിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ നോക്കിയാലും നല്ല രീതിക്ക് ചെടികളെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. ഇത് ക്യാൻറ്റീനാണ് അവിടുത്തെ. നല്ല ഭംഗിയുണ്ടെന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഡിസ്ചാർജായി വന്നിട്ട് കുറച്ച് ദിവസമായപ്പോഴാണ് ഇത് ഇടാൻ തോന്നിയത്. അപ്പോഴത്തേക്കിനും നമ്മൾ അവൾക്ക് കഴിക്കാനോന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ഏത്തക്കാപ്പവും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചു. എനിക്ക് കഴിക്കാനുള്ളത് റൂമിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റായിട്ട് കിടക്കുന്ന ക്യാൻറ്റീൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൂമിലെത്തി. നമുക്ക് രാത്രിത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നായിരുന്നു, കഞ്ഞിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.